ഗൈസ് ഗുഡ് മോർണിംഗ്. സൂറത്തിലേക്കാണ് പോകുന്നത്. ആദ്യം ചരോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം, അവിടുന്ന് വാപ്പി, അവിടുന്ന് പിന്നെ സൂറത്ത്. അപ്പൊ ഇതൊക്കെ മഹാരാഷ്ട്രത്തിനുള്ള ആളാണ്. എനിക്ക് എന്തായാലും കുറച്ച് ദൂരം പോകാൻ പറ്റും. താങ്ക്സ് സോ മച്ച്. ബൈ ബൈ. ഭയ പറഞ്ഞത് ഇവിടുന്ന് 98 കിലോമീറ്റർ ഉണ്ട് വാപ്പിയിലേക്ക്. പക്ഷേ ഇവിടുന്ന് സൂറത്തേക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ മൊത്തം ജംഗിൾ ഏരിയ ആണ്. അതുകൊണ്ട് രാത്രി എവിടെയും നിൽക്കരുതെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും നോക്കാം. നല്ല പോലെ ചെറുതായി, പക്ഷേങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലവും റോഡൊക്കെ അടിപൊളിയാണ്. പക്ഷേങ്കിൽ വണ്ടി വരുത്ത് കുറവാണ്, അതാണ് വിഷയം. നാം പോലും मेरा ओमकार शिंदे. हम सिन्नर के रहने वाले, नासिक महाराष्ट्र सिन्नर. നാസിക്കിലുള്ള ആളാണ്. എന്തായാലും കുറച്ച് ദൂരം ലിഫ്റ്റ് കിട്ടി. എന്തായാലും ഒരുപാട് നേരമായി നടക്കുന്നു. ഇവിടെയുള്ള ഗ്രാമവാസികൾ വണ്ടി കൈയാണിച്ചാൽ ഇവിടെ നിർത്താൻ സാധ്യതയില്ല. കാരണം ഇവിടെ കുറച്ച് പ്രശ്നമുള്ള ഒരു ഏരിയ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇത് മൊത്തം ഫോറസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഹായ് പോലെ കൊണ്ട് ഇവിടെ പോകുന്നതാണ്. ഇതുപോലത്തെ 2-3 വണ്ടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ചായ കുടിക്കേണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചായ വളരെ ചെറിയ ചായ. പിന്നെ എന്തായാലും ഇവിടുന്ന് പോട്ടെ. നല്ല സൗകര്യമുള്ള ലോറി കേട്ടോ. ഞാൻ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിൽ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഏരിയ കൂടെ പോകുന്നത്. മൊത്തം നെൽകൃഷിയാണ്. അതുപോലെ തന്നെ സൈഡിൽ കണ്ടോ കള്ളിമുൾച്ചെടി ഒരുപാടുണ്ട്. നല്ല ഹൈറ്റിൽ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു കിടിലം ഡ്രൈവറാണ്. ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. റോട്ടിൽ മൊത്തം പശുക്കളായിരിക്കും. നല്ലപോലെ ശ്രദ്ധിക്കണം. ചെറിയൊരു മാർക്കറ്റ് ഏരിയയിലെത്തി. ചരോട്ടിഗാവ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എക്സ്പ്രസ് വേ കിട്ടും. മുംബൈ അഹമ്മദാബാദ് എക്സ്പ്രസ് വേ കിട്ടും. നമ്മളിപ്പോൾ ഹൈവേയിലെത്തി. ഏകദേശം ഈ ചരോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഇപ്പം ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബയ്യയും മറ്റേ ബയ്യ വണ്ടി തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ പൂരി ബജി എന്ന് പറഞ്ഞ സാധനം കഴിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പൂരി തന്നെ, പൂരിയും പിന്നെ ഒരു കറിയും. നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി ഹൈവേന്ന് കുറച്ചും കൂടി ദൂരം നമ്മൾ ഇവരോട് തന്നെ പോകും. ഊബർ എനിക്ക് വേണ്ടി ലിഫ്റ്റ് വാങ്ങി തരുവാണ്. എനിക്ക് ഇവിടുന്ന് വാപ്പി ഇവിടുന്ന് ഏകദേശം ഒരു 50 മുകളിൽ കിലോമീറ്റർ ഉണ്ട്. അപ്പുറത്തെ വണ്ടിക്കാരനോട് ചോദിച്ചിട്ട് ഇവിടെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അവിടെ വേറൊരു വണ്ടി നിർത്തിച്ചിട്ടുണ്ട്. വാപ്പി വരെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. ठीक है भाई, बस ये लो हमारी ओर से. ठीक है. കുറച്ച് മുട്ടായിരുന്നു. बाय बाय. आपका नाम बोलो. आपका नाम? राजकुमार सिंह. രാജ്കുമാർ സിംഗ് ആണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വന്നതാണ്. മുപ്പറോടി മറിയാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സൂറത്തിലേക്ക് പോകുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ചിട്ട് എന്നെ കാറ്റ് വിടണം, അങ്ങനെയൊക്കെ പറയാണ് ഭയ്യ. എന്നാൽ ഈ ഭയ്യയുടെ വാപ്പിയിലേക്ക് പോവാണ്. അവിടുന്ന് ഏതെങ്കിലും വേറെ വണ്ടിയിൽ എന്നെ കാറ്റ് തരുന്നു പറഞ്ഞിട്ടുണ്ട്. ഭയ്യെ പോവാണ്. താങ്ക് യു ഭയ്യ. ओके थैंक यू. നാസിക്കിലും അതുപോലെ കർണാടകയിലൊന്നും പോയിട്ടില്ല. മൂപ്പര മെയിൻ റൂട്ട് എന്ന് വെച്ചാൽ വാപ്പിയും മുംബൈ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് അടിക്കലേ ഉള്ളൂ. നിങ്ങൾ ഇത് കണ്ടോ, ഏ സേഫ്റ്റിക്കല്ലേ ഇത് കണ്ടോ, നല്ല അടിപൊളി വടിയാണ്. ഇതാണ് മൂപ്പരുടെ സേഫ്റ്റിയുടെ. മൂപ്പര് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ മൂപ്പര് സേഫ്റ്റിക്കാണിത്. ഇതിനെ കൊണ്ടൊരു അടി കിട്ടിയാൽ തീർന്നു. നമ്മളൊരു ടോൾ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. പക്ഷേ അതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേന്ന് ലിഫ്റ്റ് അടിക്കാൻ കുറച്ച് പാട് തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. പിന്നെ നിർത്താനൊന്നും ഒരു സൗകര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് വേ കുറച്ച് സീനാണ്. ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ ഈ ടോൾ ഗേറ്റിൽ നിന്ന് പൈസ പിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ടോൾ ഗേറ്റിൽ നിന്ന് പൈസ പിരിക്കുന്നത്. ഇവിടെ നല്ല വെയിലാണ്. വെയിലും കൊണ്ടാണ് അവരിങ്ങനെ പൈസ പിരിക്കുന്നത്. ഇവിടുന്ന് ഇനി 400 കിലോമീറ്റർ ഉണ്ട് അഹമ്മദാബാദിലേക്ക്. ഇവിടുന്ന് വാപ്പിന്ന് ഇനി 100 കിലോമീറ്റർ ഉണ്ട് സൂറത്തിലേക്ക് പോകാൻ.
നോക്കാം. ഇന്നെന്തായാലും എനിക്ക് സൂറത്ത് എത്തണം, അതാണ് ലക്ഷ്യം. എന്തോ എണ്ണയാണ് കൊണ്ടുപോകുന്നത്, പക്ഷെ ബൈക്ക് തന്നെ അറിഞ്ഞൂടെ എന്തെണ്ണയാണ്, കാരണം അത് മൊത്തം സീൽ വെച്ചിട്ടാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഹെവി ലോഡ് വണ്ടികളാണ് കാണുന്നത്. ഇത് കണ്ടോ, കാറ് കൊണ്ടുപോകുന്ന ലോറി ടാറ്റ ഹാരിയറാണ്. വയ്യ ഇപ്പോൾ വണ്ടി സൈഡാക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് നിർത്തുന്ന ഒരുപാട് ലോറി ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് എല്ലാ ലോറിക്കാരും ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ആണിത്. എന്തായാലും എൻ്റെ കുപ്പി ഇങ്ങെടുക്കട്ടെ, ഇതിൽ വെള്ളം നിറക്കാമല്ലോ. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കുപ്പിയിൽ കുറച്ച് വെള്ളം നിറക്കണം. എന്നോട് ചോദിക്കുന്നത് എന്നാ വേണ്ടത്, പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഭയ്യ നിങ്ങൾ എന്നാ പറയുന്നത് അത് ഞാനും കഴിക്കാം. നമ്മളിപ്പോൾ ചെറുപയറിൻ്റെ ഒരു കറിയും ചപ്പാത്തിയും കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ ചാസ് എന്നുവെച്ചാൽ മോരും കുടിക്കുക. നമ്മളങ്ങനെ വാപ്പി എത്തി. ഭയ്യ തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടി സെറ്റാക്കി തരാൻ നോക്കാം. ഭയ്യ പറഞ്ഞു ശരിയാണ്, ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി നിർത്തിച്ചിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം എക്സ്പ്രസ് ഹൈവേ അല്ലേ, എല്ലാവരും തിരക്കിട്ട് പോവല്ലേ, അപ്പം നിർത്തിത്തരാൻ വളരെ പാടാണ്. ചെറിയ എന്തെങ്കിലും ബൈക്ക്, കാർ അങ്ങനത്തെ എന്തെങ്കിലും ലിഫ്റ്റേ കിട്ടുള്ളൂ. നല്ല പാടാട്ടോ ഹൈവേന്ന് വണ്ടി കിട്ടാൻ. കുറേ സമയം ശ്രമിച്ചു നോക്കി, ആരും നിർത്തുന്നില്ല. നമ്മൾ റണ്ണിങ്ങിൽ തന്നെ നോക്കാണ്. റണ്ണിങ്ങിൽ തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ നിർത്തുമല്ലോ. എക്സ്പ്രസ് ഹൈവേ എന്ന് വണ്ടി വലിയ ലോറിയൊക്കെ നിർത്തി കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ്. ഇവിടെ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ട് കണ്ടിട്ട് ബൈ ഇവിടെ സൈഡാക്കി. ഇവിടുന്ന് ആരെടുത്തെങ്കിലും ചോദിച്ചു എന്നാൽ ഏതെങ്കിലും വണ്ടി കാറ്റ് വിട്ടിട്ടേ ബൈയെ പോകുന്നുള്ളൂ. എനിക്ക് വേണ്ടി ഒരു വണ്ടി നിർത്താൻ നോക്കുകയാണ്. ട്രൈ ചെയ്ത് വണ്ടി നിർത്താൻ, പക്ഷെ ആരും നിർത്തി തരുന്നില്ല. എന്തായാലും ഇവിടുന്ന് ഒരു സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിന്ന് ട്രെയിൻ എടുത്തൊന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കുറച്ചങ്ങോട്ട് ലിഫ്റ്റ് അടിക്കാൻ പറ്റും നോക്കിയത്, ബൈക്കിലോ കാറിലായിട്ടും. ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ ഇല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറായി ഞാനിവിടെ നിൽക്കുന്നു. ഒരു വണ്ടി ഇത്ര കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. വന്നപ്പോൾ ഭയ്യ എനിക്ക് ചായ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഭയ്യ ആപ്കാ നാം? ഞാനിപ്പോൾ വാപ്പിയിലാണുള്ളത്. മുപ്പരുടെ കൂടെ ഇനി ദമ്മൻ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, അവിടത്തേക്ക് പോവാണ്. ഇപ്പം ജോലിയും കഴിഞ്ഞ് പോവായിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചു, പയ്യെ പറഞ്ഞു വാ പോവാം ദമ്മൻ ബീച്ചിലേക്ക്. അങ്ങനെ സെറ്റായതാണ്. പയ്യെ ഞാനും കൂടി ഈവനിങ് എൻജോയ് ചെയ്യാൻ ദമ്മനിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ദമ്മൻ ബീച്ചിലാണുള്ളത്. ഇവിടെ കാണാൻ നമുക്ക് ഒട്ടക സവാരി ഉണ്ട്, അതുപോലെ കുതിര സവാരി, സൈക്കിളുണ്ട്. ഇവിടെ 2 പേർക്ക് ചവിട്ടാൻ പറ്റിയ സൈക്കിളുണ്ട്, അത് വേണം എടുക്കാം. നല്ല നീറ്റ് ബീച്ചാണ്. ഇവിടെ ക്ലീനാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ സൈക്കിൾ 2 പേർക്ക് ചവിട്ടി പോവാം. നല്ല രസമല്ലേ, കപ്പിൾസ് ആയിട്ടൊക്കെ വന്നാൽ ഇതും ചവിട്ടി ഇവിടെ എൻജോയ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചരളാണ്, അതുകൊണ്ട് തന്നെ ഷൂട്ട് സുഖമായിട്ട് ഇറങ്ങാം. സാധാരണ ബീച്ചിൽ എല്ലാവർക്കും ഒരു മടിയല്ലേ ഈ ഷൂട്ട് വരുമ്പോൾ. ഇവിടെ സെറ്റാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് മണലുണ്ട്. ഓ ഇതാണ് ഒട്ടകം. ഇത് കണ്ടോ, മൊത്തം കലങ്ങിയിട്ടുള്ളത് ബീച്ചിൽ. ഒരുപാട് പേരിങ്ങനെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേങ്കിൽ നടന്നു പോകുന്നതാണ്, ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോയിട്ട് ഇത് കാണാം. അങ്ങോട്ടേക്ക് നടന്നു പോയാൽ തിരിച്ചിങ്ങോട്ടും നടക്കണ്ടേ. ഇതുപോലുള്ള കുതിര സവാരി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ടോ, നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ചും കൂടി അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവിടത്തേക്ക് പോവാം. ഈ ഒരു സൈഡ് ഒരുപാട് ബോട്ടുകൾ നിർത്തി വെച്ചിട്ടുണ്ട്. ഫിഷിംഗ് ബോട്ടാണ് കണ്ടോ, ഇന്ത്യയുടെ കൊടിയൊക്കെ വെച്ചിട്ട്. ബോർഡർ का पास है इसलिए वो ഇന്ത്യൻ ഫ്ലാഗ് രക്തിയ. ബോർഡറിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഈ ബോട്ടിലൊക്കെ ഇന്ത്യൻ ഫ്ലാഗും വെച്ചിട്ട് ഇവർ മീൻ പിടിക്കാൻ പോകുന്നത്. ഇന്ത്യയിലുള്ള ബോട്ടുകാരാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഇവിടെ ഒരു മന്ദിർ ഉണ്ടാക്കുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പണി ബാക്കിയാണ്. ഈ ബീച്ചിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ കണ്ട പോലെ തന്നെ ഇവിടെ മൊത്തം അതേപോലെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകേണ്ടിയിട്ട് റൈഡും ഉണ്ട് കേട്ടോ. യെസ്, അപ്പുറത്ത് വേറൊരു ബീച്ചാണ്. ഇവിടെ 8 ബീച്ചാണ്, പക്ഷെ എല്ലാം കണക്റ്റഡ് ആണ്. നോക്കിയേ, വാവ്.
ഇപ്പം ബയ്യയുടെ ഒപ്പം തന്നെയാണുള്ളത്. ഞാൻ ഇവിടുന്ന് എന്തായാലും സൂറത്തിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഇനി 112 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഇപ്പോൾ സമയം വൈകുന്നേരമായി. അവിടെ എത്താൻ ഏകദേശം ഒരു 7-8 മണിയാവും. ബയ്യയുടെ ഒപ്പം തന്നെയാണുള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഉദുവട സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് സൂറത്തിലേക്ക് പോവാണ്. ഭയ്യ എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു തരാണ് സൂറത്തിലേക്കുള്ള. ഇങ്ങനെ പോവാണ്. താങ്ക് യു ഭയ്യ. कोई नहीं, ഇല്ല ठीक है। चलो ध्यान से जाना, ठीक है, अपना ख्याल रखो। और तो टाइम लेके आना कभी घूमेंगे फिर से, ആ ടീക്ക്. ठीक है। അങ്ങനെ ഭയ്യ പോവാണ്. ബൈ ബൈ. बाय। ഞാൻ എന്തായാലും ഇവിടുന്ന് ട്രെയിൻ അടിച്ച് സൂറത്തിലേക്ക് പോവാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ട്രെയിനിന് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇനി 6:10 എൻ്റെ ട്രെയിൻ. ഇവിടുന്ന് സൂറത്തിലേക്ക് പോകും. അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഏകദേശം 9:30 ആവും ഞാൻ അവിടെ എത്താൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.